കുറച്ചു ദിവസമായി കോൺഗ്രസിനെ നാണം കെടുത്തി ശശി തരൂർ MP ചില വിവാദ പ്രസ്താവനകളുമായി എത്തുന്നു. നേതാവ് BJP-യിലേക്കോ എന്ന ചോദ്യങ്ങൾ വരെ ഉയർന്നു കഴിഞ്ഞു. ഇപ്പോഴിതാ ശശി തരൂർ MPക്ക് കോൺഗ്രസ് നേതൃത്വം താക്കീത് നൽകിയിരിക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രതികരിച്ചതിനാണ് തരൂരിന് താക്കീത് നൽകിയത്. വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സമയമല്ല ഇതെന്നും പാർട്ടിയുടെ അഭിപ്രായം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കണമെന്നും നേതൃത്വം തരൂരിനോട് നിർദ്ദേശിച്ചു. ബുധനാഴ്ച ഡൽഹിയിൽ ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിലാണ് ശശി തരൂരിന്റെ വിഷയവും ചർച്ചയായത്. ശശി തരൂരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകൾ വ്യക്തിപരമായി നടത്തരുതെന്ന് യോഗത്തിൽ ശശി തരൂരിനോട് നിർദ്ദേശിച്ചു. ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് 3-4 തവണ ശശി തരൂർ അഭിപ്രായം പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായി സ്വന്തം അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിനു പിന്നാലെ 1971-ൽ ഇന്ദിരാഗാന്ധി സ്വീകരിച്ച നിലപാട് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ 1971-ലെ സാഹചര്യമല്ല 2025-ലേതെന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെന്നുമാണ് ഇത് സംബന്ധിച്ച് ശശി തരൂർ അഭിപ്രായപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ തരൂരിന് താക്കീത് നൽകിയത്. ഏതാനും നാളുകളായി തരൂർ നടത്തിയ പല പ്രസ്താവനകളും കണക്കിലെടുത്താണ് പാർട്ടി നേതൃത്വം തരൂരിനെ വിമർശിക്കുകയും താക്കീത് നൽകുകയും ചെയ്തതെന്ന വിവരമുണ്ട്. പഹൽഗാമിൽ ഇന്റലിജൻസ് വീഴ്ചയുണ്ടായെന്ന കോൺഗ്രസ് വിമർശനത്തിന് ഏത് രാജ്യത്തിനും രഹസ്യാന്വേഷണ വീഴ്ചയുണ്ടാകുമെന്ന് തരൂർ നിലപാടെടുത്തിരുന്നു. 1971-ലെ യുദ്ധവിജയം ചൂണ്ടിക്കാട്ടി ഇന്ദിരാഗാന്ധിയായിരുന്നു ഇപ്പോഴെങ്കിലെന്ന കോൺഗ്രസ് പ്രചരണത്തെ സാഹചര്യം മാറിയെന്ന ഒറ്റ വാക്കുകൊണ്ട് തരൂർ വെട്ടിലാക്കുകയായിരുന്നു. ട്രംപിന്റെ നിലപാട് തള്ളി മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കൊണ്ടല്ല, പാകിസ്ഥാൻ കാലു പിടിച്ചതുകൊണ്ടാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന മോദിയുടെ വാദത്തെയും തരൂർ പിന്തുണച്ചു. രാഷ്ട്രീയമില്ല, രാജ്യതാൽപര്യം മാത്രമാണെന്ന മറുപടിയിലൂടെയും ശശി തരൂർ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി. രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണോ തരൂർ നൽകുന്നതെന്ന ചർച്ചയും സജീവമാണ്. എന്നാൽ താൻ ശരിയെന്നു തോന്നുന്ന നിലപാടുകൾ വ്യക്തമാക്കിയെന്നാണ് തരൂർ ഉറച്ചു വിശ്വസിക്കുന്നത്. രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല ഇപ്പോഴെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ താക്കീതിലും തരൂർ ഇപ്പോൾ കുലുങ്ങില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിയുമായി നല്ല രസത്തിലല്ല തരൂർ. പാർട്ടിയിൽ അവസരങ്ങൾ നൽകാതെ ചവിട്ടി താഴ്ത്താനാണ് ശ്രമം നടക്കുന്നതെന്ന വികാരവും തരൂരിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ടു പോകുന്നത്. കോൺഗ്രസ് പാർട്ടിക്കും എളുപ്പത്തിൽ തരൂരിനെ തള്ളാൻ കഴിയില്ല. കാരണം രാജ്യതാൽപര്യം മുന്നിൽ നിർത്തിയാണ് തരൂർ സംസാരിച്ചത്. തരൂരിന്റെ ഈ നിലപാടിനെ അനുകൂലിക്കുന്ന നിരവധി പേർ പാർട്ടിയിലുണ്ട് താനും. അതുകൊണ്ട് തരൂരിനെതിരായ കോൺഗ്രസ് നടപടി താക്കീതിൽ ഒതുങ്ങുമെന്നതിൽ സംശയം വേണ്ട. ഏതായാലും AICC-യുടെ താക്കീതിനു പിന്നാലെ പറഞ്ഞതിൽ ഉറക്കുകയാണ് ശശി തരൂർ. ശരിയെന്നു തോന്നിയ കാര്യങ്ങളാണ് വ്യക്തമാക്കിയതെന്നാണ് തരൂരിന്റെ പക്ഷം. അതേസമയം പാർട്ടി താക്കീത് മറികടന്ന പരസ്യ പ്രതികരണവുമായി ശശി തരൂർ മുന്നോട്ടു പോയാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഹൈക്കമാൻഡിന്റെ ആലോചന. ശശി തരൂരിന്റെ പ്രസ്താവനകൾ നിരവധി തവണ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടും കണ്ടില്ലെന്നു നടിച്ച് മുന്നോട്ടു പോവുകയായിരുന്നുവെന്നും എന്നാൽ പ്രവർത്തക സമിതി അംഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ നടപടി ഗൗരവകരമാണെന്നും നേതാക്കളിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്.